എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഹാൻസം ബോയ് അവൻ മരിച്ചു കിടക്കുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമം. ഒട്ടപ്പനാണെങ്കിൽ ഇപ്പൊ സഹിക്കാനായിട്ട് കഴിയില്ല. എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ ഇല്ലാതാക്കി. തീർച്ചയായിട്ടും ഡ്രാഗൺ ബോളിന്റെ ശക്തിയാൽ ഞങ്ങൾ അവനെ തിരികെ പിടിക്കും. ആ ചിന്ന ജയാനാണെങ്കിൽ ഇപ്പോ ജയന്റിനോട് പറയും ആ ശവം എടുത്തു മാറ്റാനുള്ള ഒരു സമയം അത് അവർക്ക് കൊടുക്കാം. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യവും പകയും കൊണ്ട് അവന്റെ കണ്ണ് കാണില്ല. നിങ്ങളെ ഞാൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവനൊരു സ്പെഷ്യൽ ബ്ലാസ്റ്റ് അത് കയ്യിൽ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മൊട്ടപ്പന്റെ സ്പെഷ്യൽ ബ്ലാസ്റ്റ് പവർ അത് കണ്ട് ഞെട്ടുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അതങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി പിന്നീട് താഴേക്ക് ഞെട്ടിപ്പിക്കുകയാണ്. ആ ഒരു ബ്ലാസ്റ്റിൽ പെട്ട് ആ കുഞ്ഞൻ മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ അങ്ങനെ തകർന്നില്ലാതാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അടുത്ത നിമിഷം ഇവിടെ ഗോഹാന്റെ നേർക്ക് ഇപ്പൊ ഒരു മോൺസ്റ്റർ കുതിച്ചു ചാടും. അത് കണ്ട പിക്കലോ അവനാണെങ്കിൽ ആ മോൺസ്റ്ററിനെ പിടിച്ചു വലിച്ച് ആഞ്ഞടിച്ച് മുകളിലേക്ക് തെറിപ്പിക്കും. പിന്നീട് ഫയർ പവർ അത് ഉപയോഗിച്ച് കത്തിയിരിക്കുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പിക്കലോട് പറയും സത്യത്തിൽ നീ ഇപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഗോഹാനാണെങ്കിൽ പിക്കലോട് താങ്ക്സ് പറയും. അതിന് പിക്കലോ എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെട്ട് ഓടാൻ പാടില്ല എന്ന്. നിനക്ക് ഞാൻ ട്രെയിനിങ് തന്നതൊക്കെ ഇത്ര വേഗം മറന്നുപോയോ? യഥാർത്ഥ യുദ്ധം അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരെ നോക്കും. അവരാണെങ്കിൽ ആ പവറിനുള്ളിൽ നിന്ന് ഹായായിട്ട് പുറത്തേക്ക് വരികയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ചിന്ന സയാൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും നിങ്ങളുടെ പവർ അത് വളരെ ചെറുതാണ്. പക്ഷെ ഇനിയും ഇതിങ്ങനെ വലിച്ചു നീട്ടുന്നതിനോട് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഇതിപ്പോ തന്നെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ആ ചിന്ന സയാനാണെങ്കിൽ ഇപ്പോ ആ ജയന്റിനോട് പറയും നീ ഇവരുടെ എല്ലാവരുടെയും കഥ അഴിക്കി. പക്ഷെ ആ നമുക്കേനെ അവന് നമുക്ക് ആവശ്യമുണ്ട്. ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അത് അവൻ അറിയാം. അത് അവൻ നിന്ന് കിട്ടിയതിനു ശേഷം ലേറ്റർ നമുക്ക് അവനെ ഇല്ലാതാക്കാം. ആ ജയന്റ് സയാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് നോക്കും. ആദ്യം ഈ മൊട്ടപ്പന്റെ കഥ കഴിക്കാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മൊട്ടപ്പന് നേർക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓ നോ, ഞാൻ എന്റെ ഫുൾ പവർ ഉപയോഗിച്ചാണ് അവരെ അറ്റാക്ക് ചെയ്തത്. പക്ഷെ ആ പവറിൽ അവർക്കൊന്നും സംഭവിച്ചില്ല. ഇവിടെ മൊട്ടപ്പന്റെ അവസ്ഥ കണ്ട് പിക്കലോ അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ജയന്റ് സയാനെ തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ഞൊട്ടിയടയിൽ ആ ഒരു പവറിനെ ഡൗൺ ചെയ്ത് ഇപ്പോ പിക്കലോയുടെ ഓരോരോ ഭാഗത്തേക്ക് മാറി മാറി വന്ന് അവനെ അങ്ങനെ ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവനവന്റെ പവർ അത് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവന്റെ പവറിന് പിടിച്ചു നിൽക്കാൻ പവറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ട് കഴിയില്ല. ഭൂമി പോലും ഇപ്പൊ രണ്ടായിട്ട് പിളരാനായിട്ട് തുടങ്ങും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ഇവർ ഇത്രയും പവർഫുൾ ആണോ? ഇത്രയും പവറുള്ള ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ പിക്കലോയും ഒരു നിമിഷം ഞെട്ടുകയാണ്. ജയാൻസ് പവർഫുൾ ആണെന്ന് കരുതിയപ്പോ ഡയാൻസ് പവർഫുൾ ആണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പവർഫുൾ ആയിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇവിടെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവരുടെ പവറിന് മുൻപിൽ അവനും ദയനീയമായിട്ട് പരാജയപ്പെടും. കട്ട് ചെയ്ത ഗോകുവിനെ കാണിക്കും. ഫ്രണ്ട്സ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ എപ്പോഴും സ്പീഡിൽ വരികയാണ്. അതേസമയം ഇവിടെ ആ ഒരു ജയന്റ് ജയാൻ അവനാണെങ്കിൽ ചാടി വന്ന് ഫ്ലാറ്റ്സ്മാന്റെ നേരെ പവർ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ആ സമയം കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ പവർ റിലീസ് ചെയ്യും. അത് കണ്ട ജയന്റ് ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് കുഞ്ഞിപ്പയ്യൻ അറ്റാക്ക് ചെയ്യും. അവനാണെങ്കിൽ ചുമരിൽ പോയി ഇടിച്ച് താഴേക്ക് വീഴുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ അവന് നേരെ പാഞ്ഞു വരും. പക്ഷെ അപ്പോഴേക്കും ആ ജയന്റ് സൈൻ എടുത്തു ചാടി അവന്റെ ഒരു കൈ തന്നെ അങ്ങനെ അറുത്ത് താഴെ ഇടുകയാണ്. പിക്കലോ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനോട് അവിടുന്ന് മാറാനായിട്ട് പറയും. പക്ഷെ അവനെ കൊണ്ട് മാറാൻ കഴിയില്ല. ആ ജയന്റ് സയാൻ അവൻ വീണ്ടും ഇപ്പോ മാർഷൽ ആർട്സ് മാനെ അട്ടിച്ച് താഴെയിടും. തീരെ വയ്യാതെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ താഴേക്ക് പോവാണ്. മുട്ടപ്പനാണെങ്കിൽ അത് നോക്കി നിൽക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് ഹാൻസം ബോയെയും അതുപോലെ തന്നെ മാർഷൽ ആർട്സ് മാനെയും നോക്കും. ഇനിയും എനിക്ക് ക്ഷമിക്കാനാവില്ല എന്ന് പറഞ്ഞ് മുട്ടപ്പനാണെങ്കിൽ അവന് നേർക്ക് പോകും. മുട്ടപ്പനാണെങ്കിൽ ഓടി വരുന്നത് കണ്ട ആ ഒരു ജയന്റ് ജയാൻ അവനാണെങ്കിൽ വലിയൊരു പവർ അവന് നേരെ ഉപയോഗിക്കുകയാണ്. മുട്ടപ്പനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് തെന്നി മാറും. പക്ഷെ എന്താ അവന്റെ പവർ വന്ന് വീണ് അവിടെ വലിയൊരു ഗർത്തം അത് ക്രിയേറ്റ് ആവുകയാണ്. എല്ലാവരും അത് കണ്ട് ഞെട്ടും. ഓ നോ, ഈ ഗർത്തത്തിന്റെ അതിന്റെ എൻഡ് പോലും കാണാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ ചിന്ന ജയാനാണെങ്കിൽ ജയാനോട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറയും. അടുത്ത നിമിഷം കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ ബോഡിയിൽ അങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. ജയന്റ് ആണെങ്കിൽ അവനെ തട്ടി തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ പോവില്ല. കണ്ടിന്യൂസ് ആയിട്ട് അടുത്തുണ്ടായിരുന്ന പാറയിൽ ഇപ്പൊ കുഞ്ഞിനെ ചിന്ന പയ്യനെ പുറഞ്ഞ് ഇടിപ്പിക്കും. അത് കണ്ട മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വിളിച്ചു പറയും പ്ലീസ് ദയവ് ചെയ്ത് നീ അവിടുന്ന് കടന്നു പോ, അല്ലെങ്കിൽ നീ മരിച്ചു പോവും. അതിന് കുഞ്ഞിപ്പയ്യൻ ഇപ്പോ മാർഷൽ ആർട്സ് മാനോട് പറയും വേറെ വഴിയില്ല, എനിക്കിത് ചെയ്തേ പറ്റൂ. ഒരു കാരണവശാലും നീ എന്നെ മറക്കരുത്. നിന്നെ വിട്ടുപോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് പറയും. ജയന്റ് സയാനാണെങ്കിൽ ഒരുപാട് മുകളിലേക്ക് പോയി താഴെയുള്ള ഒരു പാറയിൽ ആഞ്ഞെടുപ്പിക്കാൻ ശ്രമിക്കുന്ന അതേസമയം അവൻ സെൽഫ് ഡിസ്ട്രക്ഷൻ ചെയ്ത് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയില്ല. ഓ നോ, ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ഒരു സെക്കൻഡ് കുഞ്ഞിപ്പയ്യന്റെ രൂപം അവന്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പോ കുഞ്ഞിപ്പയ്യനെ കുറിച്ച് ആലോചിക്കും. അവനെ തകർക്കാനായിട്ട് കുഞ്ഞിപ്പയ്യൻ അവൻ സ്വയം സാക്രിഫൈസ് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല.
അടുത്ത നിമിഷം ആ ജയന്റ് സയാൻ അത് ബാക്ക് ടു നോർമൽ ആവുകയാണ്. അതിനെ കണ്ട് ഇപ്പൊ മൊട്ടപ്പൻ ഞെട്ടും. ഓ നോ, അതിനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ഒരു തവണ കുഞ്ഞിപ്പയ്യൻ അവൻ മരിച്ചു പോയപ്പോൾ ഡ്രാഗൺ ബോളിലൂടെ അവനെ തിരികെ കൊണ്ടുവന്നതാണ്. ഇനി ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ അവനെ തിരികെ പിടിക്കാൻ കഴിയില്ല. അവനെ ഇല്ലാതാക്കിയതിനാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ജയാനാണെങ്കിൽ പരിഹസിച്ചിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. നിങ്ങൾ വെറും പുഴുക്കൾ മാത്രമാണ്. ഒരു കുഞ്ഞിപ്പുഴു എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അവനെ ഞാൻ ഇല്ലാതാക്കി. ഇനി എന്റെ പവർ എന്താണെന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിക്കാമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, നമ്മളെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മളുടെ എക്സ്പെക്ടേഷൻ അപ്പുറമാണ് അവരുടെ പവർ. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഈ പയ്യന്റെ പേര് വിളിച്ച് അങ്ങനെ പൊട്ടിക്കരയാണ്. അവനെ ഇല്ലാതാക്കിയതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിന് ആ ജയന്റ് സൈൻ ആണെങ്കിൽ ക്യാഷ്ഡായിട്ട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവന്റെ ലോകത്തേക്ക് ഉറപ്പായിട്ടും ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞ് മാർഷൽ ആർട്സ് മാനെ പിടിച്ചു വലിച്ച് ഓറഞ്ചും പുറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരു കൈ ഉപയോഗിച്ച് ആൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ ജയന്റ് അവൻ മാർഷൽ ആർട്സ് മാനെ തൂക്കിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മലയിലേക്ക് വലിച്ചെറിയാണ്. മലയിൽ പോയിടിച്ച് ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ അടിച്ച് താഴെ വീഴും. എനിക്ക് ഈ ഒരു ഗെയിം ബോറടിച്ചു, സോ നിന്നെ ഞാൻ ഇല്ലാതാക്കാൻ പോവാണ്. നിനക്ക് എത്രയും വേഗം നിന്റെ ഫ്രണ്ടിനെ കാണാമെന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പറന്നു പോകും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അതിന് ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ഒരു കാരണവശാലും നമ്മളായിട്ട് പോയി അവനെ ട്രിഗർ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ അവന്റെ അറ്റാക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം. അറ്റാക്ക് അത് തടയുക മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവരുടെ തൊട്ട് പുറകിലായിട്ട് ആ ഒരു ചിന്ന സയാൻ അവനാണെങ്കിൽ ഇപ്പൊ പിക്കലോട് പറയും, വാവ്, നിങ്ങളുടെ പ്ലാനൊക്കെ അടിപൊളിയാണ്, പക്ഷേ എനിക്കുള്ള യുദ്ധം അത് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് പിക്കലോ പറയും, നിന്റെ മുഖത്തെ ഈ കോൺഫിഡൻസ് അത് അധികം വൈകാതെ മങ്ങും. ഗോക്കു അവൻ ട്രെയിനിങ് കഴിഞ്ഞ് എത്രയും വേഗം ഇവിടേക്ക് വരും. ചിന്ന സയാനാണെങ്കിൽ ഗോകുവിന്റെ പേര് കേട്ട് ചിരിക്കും. ഗോകു അല്ല, ആരും വന്നാലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ആ ഒരു ജയന്റ് സയാൻ പൂർണ്ണമായിട്ടും മാർഷൽ ആർട്സ് മാനെ തകർക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി പിക്കലോ ആണെങ്കിൽ അവനെ സേവ് ചെയ്യാനായി മൊട്ടപ്പനോട് പറയും. മൊട്ടപ്പനും പിക്കലോയും അവർ രണ്ടുപേരും രണ്ട് ഭാഗത്തൂടെ പോയി അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. ആണെങ്കിൽ അവനെ കിക്ക് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ ഞെട്ടിക്കും. കൺട്രോൾ പോയി താഴേക്ക് വന്ന സയാൻ അവനാണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ നേർക്കായിരിക്കും വരിക. പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് അവൻ അറ്റാക്ക് ചെയ്യാൻ പറയും. ഗോഹാൻ ആണെങ്കിൽ ഭയങ്കര പേടിയാണ്. അവനാണെങ്കിൽ ഒരു പാറയുടെ പിന്നിൽ പോയി മറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത നിമിഷം പിക്കലോയും മൊട്ടപ്പനും അവർ രണ്ടുപേരും ചേർന്ന് പവർ റിലീസ് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ നൈസായിട്ട് ഡൈവേർട്ടായി അങ്ങനെ മുകളിലേക്ക് പോകും. ആ പവർ അത് വേസ്റ്റായി താഴെ പോയി പൊട്ടിത്തെറിക്കുകയാണ്. ഇവിടെ ജയന്റ് സൈൻ ആണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരെ അഭിനന്ദിക്കും. വാവ്, നിങ്ങളുടെ പവർ ശരിക്കും അടിപൊളിയാണ്, പക്ഷേ എന്നെ തകർക്കാൻ ഇത്രയും പവർ പോരാ. ഞാനിനി നിങ്ങളെ കൊല്ലാൻ പോകുന്ന ഓർഡർ അവന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആദ്യം ആർക്കാണ് മരിക്കേണ്ടതെന്ന് അവൻ ചോദിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കാമയെ കാണിക്കും. ആള് ബ്ലാക്ക് മാനോട് പറയും, ഞാനിനി അധിക സമയം ഉണ്ടാവില്ല, എത്രയും വേഗം എന്റെ മരണം അത് ഉറപ്പാവും. പിക്കലോ അവൻ വലിയ അപകടത്തിലാണ്. പിക്കലോടെ പിന്നാലെ എല്ലാവരും ഇല്ലാതാവും. കട്ട് ചെയ്ത മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വിളിച്ചു പറയും, ഒന്നുകിൽ ഞാൻ നിന്നെ കൊല്ലും, അതല്ല എങ്കിൽ കുഞ്ഞിപ്പയ്യന്റെ വേൾഡിലേക്ക് ഞാനും പോകുമെന്ന് പറഞ്ഞ് അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ഇപ്പോ ആ സൈനെ അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്കിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. എല്ലാവരും അത് കണ്ട് ഞെട്ടുകയാണ്. ഭീതിയോടുകൂടെ ജയൻ സയാനെ തന്നെ നോക്കും. അവനാണെങ്കിൽ അപ്പോഴും യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്താ, നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവനങ്ങനെ മരിച്ചു വീഴുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. എല്ലാവരും മരിച്ചു പോവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ചോദിച്ച് അവൻ അങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ പേര് ഉച്ചത്തിൽ വിളിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇവിടെ ഫ്ലൈ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ആ ഒരു ജയന്റ് സയാൻ ബാക്കിയുള്ള 3 പേരെ നശിപ്പിക്കാൻ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ചിന്ന സയാൻ ആണെങ്കിൽ അവനെ തടയാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഈ ഗോകു എന്ന് പറയുന്നത് കാക്കരോട്ടാണോ? അതിന് മൊട്ടപ്പൻ പറയും, അവൻ അങ്ങനെ വിളിക്കാൻ പാടില്ല, അവൻ കാക്കരോട്ടല്ല, ഞങ്ങളുടെ ഫ്രണ്ട് ഗോകു ആണ്. അത് കേട്ട് ആ സയാൻ ചിരിക്കും. ഓ, കാക്കരോട്ട്. സഹൻ ആണെങ്കിലും അവന് വലിയ പവറൊന്നുമില്ല. അവന്റെ പപ്പ ദയനീയമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. പിക്കലോയും മൊട്ടപ്പനും നമ്മുടെ ഗോഹാനും അവർ 3 പേരും തറപ്പിച്ച് പറയും, ഗോകു അവനിവിടേക്ക് വന്ന നിങ്ങളെ തകർത്തില്ലാതാക്കും. അതിന് സയാൻ പറയും, ഓക്കെ, അവന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് 3 മണിക്കൂർ സമയം തരികയാണ്. അത് കേട്ട് ആ ജയന്റ് സയാൻ പറയും, നീ മണ്ടത്തരം ചെയ്യാണ്, ഇവരെ വെറുതെ വിടാൻ പാടില്ല, ഇവരെ ഇപ്പൊ തന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ അവരുടെ അടുത്തേക്ക് വരും. അതിന് ആ ചിന്ന സയാൻ ആണെങ്കിൽ അവനെ തടയും. കാരണവശാലും എന്റെ ഓർഡർ അത് നീ ധിക്കരിക്കാനായിട്ട് പാടില്ല. ജയന്റ് ആണെങ്കിൽ അതിന് സോറി പറഞ്ഞ് ബാക്കോട്ട് മാറും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ അവർ 3 പേര് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ കരുതുന്നതിലും ഒരുപാട് പവർ കൂടുതലാണ് അവർക്ക്. ഗോഹാൻ, നീ എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യാതെ പേടിച്ചിരുന്നത്? നിനക്ക് കിട്ടിയ നല്ലൊരു അവസരം നീ പാഴാക്കി. അതിന് ഗോഹാൻ ആണെങ്കിൽ വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കും. ഇവിടെ ആ സയൻസ് അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാർക്ക് 3 മണിക്കൂർ സമയം കൊടുത്ത് ഗോകുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.